ഹലോ ഗൈസ്, അപ്പം എന്നല്ലേ ഇന്നല്ല 2-3 ദിവസം മുമ്പ് ശിവരാത്രിയുടെ അന്ന്. അപ്പോൾ ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യം വിചാരിച്ച് പോകണില്ലായിരുന്നു, കാരണം എനിക്ക് കുറേ ഇതുണ്ടായിരുന്നു. രാവിലെ ഒന്നും അധികം പോയില്ല, ഞാൻ പോയി കുറച്ച് നേരം പോയി. പക്ഷെ അധികം എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം എനിക്ക് പ്രൊജക്റ്റൊക്കെ എഴുതാണ്ടായിരുന്നു. എൻ്റെ എഴുതി എൻ്റെ പോയേ അതെന്ന് വെച്ചപ്പോൾ ഈ അവസാനമായപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്രൊജക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും എൻ്റെ എഴുതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് എഴുതാനായിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് പോകണില്ലെന്ന് വിചാരിച്ചാൽ പിന്നെ അവസാനം ശിവരാത്രിയല്ലേ, പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോയതാണ്. അപ്പോൾ ഞാൻ പോയപ്പോൾ അവിടെ 5-6 സെറ്റ് പരിപാടി ഉണ്ട് കേട്ടോ. അടിപൊളി പരിപാടിയാണ്, 5-6 സെറ്റ് പരിപാടി ഉണ്ട്. അപ്പം ഞാൻ ബാലസമാജത്തിൻ്റെ ഒപ്പമാണ് ഞാൻ നടന്നത്. എല്ലാ പരിപാടിയും എനിക്ക് ഇഷ്ടമായിട്ടാണ്, ഞാൻ എല്ലാവരുടെ അടുത്തേക്ക് പോയി, എല്ലാ ടീമും അടിപൊളിയാണ്. അപ്പോൾ 365 ദിവസത്തിൽ ശിവൻ നമുക്ക് 364 ദിവസവും നമുക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട്, സുരക്ഷയ്ക്ക് കാവലായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അടുത്തിൽ പോലെ എല്ലാ അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടാവും, അതൊക്കെ കാണാൻ പോവുക നിങ്ങൾ. പിന്നെ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക, അത്രയ്ക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ഞാൻ രാവിലെ പോയിണ്ടായില്ലേ, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴാണ് കൂടുതൽ പോയത്. അപ്പോൾ പോയത് അടിപൊളിയായിട്ടോ, കാരണം കുറേ ലൈറ്റ് വർക്കും അങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. രാവിലത്തെ പോലെ ഒന്നുമല്ല, ടേബിളൊന്നും ഞാൻ രാവിലെ കണ്ടപ്പോൾ ഒരു ഭംഗി ഉണ്ടായില്ലേ, രാത്രി കൊള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും പോവുക, അടിപൊളിയായിരുന്നു കേട്ടോ. ഡാൻസ് അങ്ങനെ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ശരി ഗൈസ്, ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്നിട്ട് നീ ഉറങ്ങാൻ പോവാണ്, അല്ലാട്ടാ, ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ബൈ.